ഹലോ ഗൈസ്, ഗെയിമർ റെസ്റ്റോറൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ട്രീ ഫാർം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, എന്നാണ്ട് ഇവിടെ ആയിട്ടൊരു ട്രീ ഫാർം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലതായിട്ട് വർക്കാവുന്നു. പക്ഷേ ഈ നിൽക്കണ ഒരു സാപ്ലിങ് വളരുന്നില്ല. ഈ നിൽക്കണ മരം മാത്രമേ വളരണുള്ളൂ. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കണം. പിന്നെ ഞാൻ ഇപ്പം ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കാകുമ്പോൾ എന്നാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇൻവെർട്ടറിൽ വന്നിരിക്കും. അപ്പം നമുക്ക് നേരെ മരം വെട്ടിയിട്ട് തിരിച്ചവിടെ കൊണ്ടുവയ്ക്കുക. ഇന്ന് നമ്മൾ ഒരു സ്റ്റോറേജ് റൂം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് മൈനിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ദാണ്ട ഇവിടെയായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രീ ഫാർമിന് വേണ്ടി. ഇവിടെ ദാണ്ട കട്ടിങ്ങിൻ്റെ സാധനം, പിന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഇത് കണ്ട 27 അയൺ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഗൈസ്. അത് വെച്ചിട്ട് എനിക്കൊരു സാധനം ഉണ്ടാക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതാണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റെ ഈ വുഡും കാര്യങ്ങളും ഒക്കെ, ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ചെസ്റ്റിൻ്റെ അകത്ത്. ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ഇതിനുണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഇന്നലെ 27 അയൺ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആയിട്ടൊരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ താഴോട്ട് കുഴിച്ച് ഏകദേശം ഞാൻ ഇപ്പം ബെഡ് റോക്കിൻ്റെ ലെവലിൽ എത്താറായി എന്നാണ് തോന്നുന്നത്. നല്ല താഴോട്ടാണ് കുഴിച്ചത്. അപ്പോൾ ഒരു കേവ് കണ്ട് ഗൈസ്. ആ കേവ് നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുഴിച്ച് വന്നപ്പോഴാണെന്നില്ലേ ഇതാണ്ട് ഇവിടെ ഒരു റെഡ് സ്റ്റോൺ നടക്കണം. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഞാൻ ഒന്ന് താഴോട്ട് എത്തിക്കോട്ടെ ഗൈസ്. ഇവിടെ നിന്ന് കുഴിച്ച് വന്നപ്പം ഞാൻ അറിയാതെ ഞാൻ സ്ഥലം മാറി താഴോട്ടൊന്ന് കുഴിച്ചു പോയി. ഞാൻ വിചാരിച്ച് നേരെയാണ് കുഴിച്ചു പോകണതെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ കുഴിച്ച് താഴോട്ട് വരെ പോയപ്പോഴാണ് ഇവിടെ ഒരു കേവ് ഞാൻ കണ്ട് ഗൈസ്. കണ്ട ഗൈസ്, ഇവിടെ ഒരു കേവ് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇവിടെ ഒരു അത്യാവശ്യം വലിയ കേവുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഫിഷിങ്ങിൻ്റെ മറ്റു സാധനം ഉപയോഗിച്ച് എനിക്കൊരു അൺബ്രേക്കിംഗ് 3ൻ്റെ ഫിഷിംഗ് റോഡ് കിട്ടി. അത് ആവശ്യം വരും. ഗൈസ്, ഡയമണ്ട് കിടക്കണ് മര്യാദക്കിരി ഗൈസ്. ദാണ്ട അവിടെ ഡയമണ്ട് ഇരിക്കണ് ഗൈസ്. ദാണ്ട അവിടെ ഡയമണ്ട് കിടക്കണ്. പിന്നെ ഗൈസ് ദാണ്ട ഇങ്ങോട്ടായിട്ടൊരു ലാവ പൂളാണ്. അല്ലല്ല, ജസ്റ്റ് ഒരു ലാവ മാത്രമേ ഉള്ളൂ. താഴോട്ട് നമുക്ക് ഇറങ്ങി ആ ഡയമണ്ട് എടുക്കണം. പക്ഷെ അതിന് എൻ്റെ കയ്യിൽ അയൺ പിക്കാക്സ് ഇല്ല. അന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരട്ടെ ഗൈസ്, ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതാണ്ട ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ആപ്പിൾ വീണ് കിടക്കണം ഗൈസ്. എടുക്കാൻ ഫുഡ് ഭയങ്കര അത്യാവശ്യമാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഇതെടുക്കാം. സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നേ, കുഴപ്പമില്ല. എന്നിട്ട് ദാണ്ട ഫർണസിൽ നിന്ന് ഇപ്പം എത്ര അര സ്റ്റാക്ക് എന്തിനാ കിട്ടിയല്ലേ, അതിൽ നിന്ന് നമുക്ക് എന്തിനുണ്ടാക്കാം. ഒരു പിക്കാക്സ് ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഇന്ന് തന്നെ ഫുൾ അയൺ ആർമർ ആവാം ഗൈസ്. ഫസ്റ്റ് ചെസ്റ്റ് ഇല്ലേ, അതില്ലേ ചെസ്റ്റ് പ്ലേറ്റ്. അത് തനിയെ ഇടുമല്ലേ ചെസ്റ്റ് പ്ലേറ്റ്. പിന്നെ ഹെൽമറ്റ്, ബൂട്ട്, അയൺ പാൻറ്റ്. ഓക്കെ, ഇത്രയും ആയപ്പം ഗൈസ് ഒരു സോൾജർ പോലെ ആയി ഗൈസ് ഞാൻ. ഇന്ന് എനിക്കൊരു അയണിൻ്റെ വാളുണ്ടാക്കാൻ അയൺ ഫുള്ളും തീർന്ന്. കുഴപ്പമില്ല. ഓക്കെ, ഇന്ന് എൻ്റെ അയൺ പിക്കാക്സ് എടുത്ത് കൈവയ്ക്കുക. ഇന്ന് നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. ദാണ്ട ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയമണ്ട് ആർമറിലോട്ടാണ് ഗോളുള്ളത്. അത് ഞാൻ താഴെ പോയി ഒന്ന് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. പിന്നെ എനിക്ക് ഇത്രയും അയൺ കിട്ടിയത് എവിടെ നിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ചെറിയ കേവ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടൊക്കെ പോയി കുറച്ച് എക്സ്പ്ലോറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും കുറച്ച് അയൺ കിട്ടി. ഓക്കെ, ഞാൻ ഒന്ന് താഴെ എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ സൈഡിലുള്ള ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. ഇത് എത്ര ആഴമുള്ളതാണെന്ന് അറിഞ്ഞു. അയ്യോ, വാട്ടർ ബക്കറ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഓക്കെ ഗൈസ്, ഞാൻ വാട്ടർ ബക്കറ്റ് ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ ഗൈസ്. എല്ലാം മറന്നു പോണു ഗൈസ്, ഒരു മിനിറ്റ് ഗൈസ്. നാളെ നമ്മൾ ഫുഡ് കുറച്ചിവിടെ വളർന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം താഴോട്ട് പോയിട്ട് വന്നിട്ട് ഗൈസ്. ഞാൻ ഇത് വാട്ടർ ബക്കറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് പോയിട്ട് എന്തിനാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് താണ്ട വെള്ളവും കൂടെ എടുത്തേക്കാം. ഇത് നമുക്ക് പിന്നെ വന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ താഴോട്ട് നൈസിൽ ഇറങ്ങി ഗൈസ്. ഇവിടെ നിന്ന് എനിക്ക് MLG ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ ഗൈസ്.
ഓ അപ്പം ഞാൻ അവിടെ MLG ചെയ്യൂല. ഞാൻ ഒന്ന് നോക്കിയതാണ് ജസ്റ്റ് എൻ്റെ സ്കില്ല്. ഓക്കെ, ഞാൻ ഒന്ന് താഴോട്ട് പോയിട്ട് വീണ്ടും നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ദാണ്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഈ സ്റ്റോൺ പിക്കാക്സ് വെച്ച് പൊട്ടിക്കുക. എൻ്റെ അയൺ പിക്കാക്സ് ഭയങ്കര റെയറാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് ലാവയൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് ഷിഫ്റ്റ് പിടിച്ച് വെച്ചിരിക്കണത് ഇത് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെയും വലിയ കുഴി തന്നെ, അതുകൊണ്ട് സൂക്ഷിച്ച് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഒന്ന് സൈഡിലോട്ട് പോയിട്ട് നമുക്ക് താഴോട്ട് വെള്ളം വെച്ച് ഇറങ്ങണോ? ഈ മതിൽ ഗൈസ്, സ്ലൈം ചങ്ക് എൻ്റെ മോനെ. അപ്പോൾ സ്ലൈം ബ്ലോക്കൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. കോളടിച്ച് ഇവിടെ നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അവൻ ഇന്ന് കയറി വരുമോ സ്ലൈം? താഴെ എനിക്ക് പാഡി സ്കെൽറ്റനും ക്രീപ്പറും ആണ്. ഇവിടെ വയ്ക്കണ്ട ഗൈസ് വെള്ളം. നമുക്ക് ഇവിടെ വേണ്ട ടോർച്ച് വയ്ക്കാം കുറച്ച്. അവിടെ ആര് നിൽക്കണത്? അത് വില്ലേജർ സോംബിയാണ്? അല്ല, മറ്റേവനാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല അയണിൻ്റെ ഒരു സാധനം ഇല്ല. എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു പിസ്റ്റൺ ഉണ്ടാക്കിക്കൊണ്ട് വരണമായിരുന്നു ഗൈസ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതെനിക്കൊരു കാര്യം ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് കണ്ട് ഇവിടെ വെള്ളം വെച്ചിട്ട് നൈസിലെ താഴോട്ട് ഞാൻ ഇറങ്ങണ ഗൈസ്. ചത്താ നിങ്ങളാണ് ഉത്തരവാദി. ഓക്കെ, ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊരു ഗൈസ്! ഓട്. ഇവിടെ ലൈറ്റ് ലാവ എനിക്ക് എടുക്കണം. ലാവ ഞാൻ ഇപ്പോൾ എടുക്കണില്ല, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാതെ പിന്നെ ഒന്ന് എടുക്കാം ഗൈസ്. എനിക്ക് ആ ഡയമണ്ടിലാണ് എൻ്റെ കണ്ണിരിക്കണത്. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്പില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, മറ്റേ ഫിഷിംഗ് റോഡ് അവിടെ അമ്മാരെ ഇങ്ങോട്ട് അടുത്തോട്ട് വിളിക്കുക. അതാരി? എൻ്റെ മോനെ, എൻ്റെ ഹാർട്ട് പോയി. ഇത് കണ്ട ക്രീപ്പർ വന്ന്. സൂക്ഷിച്ചു പോണം. ഈ സ്ലൈമിനെ വലിയ പേടിയില്ല എനിക്ക് ഇതാണ്ട് ഈ സോംബിനെയും പേടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഷീൽഡ് വെച്ചാൽ മതി. കണ്ട, സ്ലൈം വലിയ ഉപകാരമൊന്നും അല്ല. കണ്ട, അവന്മാരിങ്ങനെ ചെറുതായാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അവന്മാർ എത്ര അടിച്ചാലും എൻ്റെ ഹാർട്ട് അങ്ങനെ വലുതായിട്ടല്ല പോകൂല. ഓക്കെ, അത്യാവശ്യം പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഒരു ബക്കറ്റും കൂടെ കൊണ്ടുവരണമായിരുന്നു ഗൈസ്. ഇവിടെ നിന്ന് ലാവ് എടുക്കുക. അവിടെ എന്തൊരു ഗുണാക്കേവ് ഗൈസ്. ഇവിടെ ക്രീപ്പറിൻ്റെ സമേതന ഗാനമാണ് നടക്കുന്നത്. നമുക്കിവിടെ ഒരു ഇത് പിടിക്കാം. ഓക്കെ, ഒന്നും പൊട്ടിയില്ല ഇതായോണ്ട്. ഓക്കെ, ഓടും. ഇവിടെ ബാക്കിൽ നിന്നൊന്ന് പൊട്ടിത്തെറിക്കണ് പഞ്ഞ ക്രീപ്പർ. എൻ്റെ കയ്യിൽ ഫുഡില്ല, അല്ലെങ്കിൽ തിരിച്ചു പോയാലോ നമുക്ക്? ഞാൻ അങ്ങനെ ധീരനാണ് ഗൈസ്, ശൂരനല്ല. ഓക്കെ, ഡയമണ്ട് എടുത്തിട്ട് നമുക്ക് പോവാം ഗൈസ്. അയ്യേ, ഒരു ഡയമണ്ടിനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. ഈ ഒരു ഡയമണ്ട് ആർക്ക് തിന്നാൻ? ചങ്ക അളിയന്മാർ വരണുണ്ട. ഇവിടെ വേറെ ഏതെങ്കിലും ഇപ്പോൾ എല്ലാത്തിലും കൊണ്ടാണ്. ഞാനേ ഇവന്മാരൊന്ന് തീർത്തോട്ടെ ഗൈസ്, 1 മിനിറ്റ് ഗൈസ്. ഞാൻ കുറച്ച് റെഡ് സ്റ്റോണും കൂടെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം. പിന്നെ എനിക്ക് താഴെ വരണ്ടല്ല. ഈ ക്യാവ് കിട്ടിയത് നന്നായി എന്ന് ചോദിച്ചാൽ നന്നായി, പക്ഷെ അത്ര നന്നായില്ല. ഓക്കെ, ഇവിടെ കുറച്ച് അയണുണ്ട്. അയണ് നല്ല അത്യാവശ്യമാണ് എനിക്ക്. ആൻവിയില്ല ആ സാധനം ഉണ്ടാക്കുക. ഇനി ബാക്കിൽ നിന്ന് ക്രീപ്പർ വല്ലതും വന്ന് പൊട്ടിത്തെറിച്ചാൽ തീർന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് ഗൈസ്, സൂക്ഷിച്ചെല്ലാം എടുക്കണം. ഓക്കെ, ഒരു അയൺ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അല്ല നാണ്ട കിടക്കണം സ്ലൈമിനെ തട്ടിയിട്ട് വേറെ ഒന്നും കിട്ടണില്ല. സ്ലൈമിൻ്റെ ബോൾ മാത്രമേ കിട്ടുള്ളൂ. അത് വേറെ കാര്യം. ഇവിടെ നിന്ന് ലാവ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകണം ഗൈസ്. അത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവിടെ അയണുണ്ട് ഗൈസ് കുറച്ച്. എനിക്ക് അങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ അപ്പം ഇന്ന് സ്റ്റോറേജിൻ്റെ ജോലി മാറ്റി വയ്ക്കണമെന്ന് തോന്നുമ്പോ ഗൈസ് ഞാൻ പോണ് ഗൈസ്. ആ സ്കെൽറ്റൻ എന്നെ കണ്ട്. അയ്യോ, അതാര്? എടേ, കുടുംബം ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ കേട്ടോ. അടി ഗൈസ്, എൻ്റെ ഷീൽഡ് താണ്ട പൊട്ടി ഗൈസ്. എൻ്റെ ഷീൽഡ് താണ്ട പൊട്ടിയിട്ടുണ്ട്. ഞാൻ എന്തിരി? ആ സ്കെൽറ്റന്മാരാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കണം. എൻ്റെ കയ്യിൽ വേറെ ഷീൽഡ് ഉണ്ടാകുന്ന നോക്കട്ടെ.
ആ ബെസ്റ്റ്. ഓ സ്കെൽറ്റനെ ഞാൻ എങ്ങനെയും സ്കെൽറ്റനെ മറികടന്ന് ഞാൻ പോണു ഓർഡർ. സ്കെൽറ്റൻ്റെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഷീൽഡ് വേണം, അല്ലെങ്കിൽ ഒന്നും പറ്റൂല. പോട്ട്. ഓക്കെ ബക്കറ്റ് വെള്ളം കയറ്റിയിട്. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്ര മതി. എനിക്ക് എൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് മണ്ടയിലോട്ടൊന്ന് പോയിക്കോട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റോറേജിൻ്റെ പണി മാറ്റി വെക്കണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇന്ന് തന്നെ സ്റ്റോറേജിൻ്റെ പണി തുടങ്ങാം. അല്ലാതെ ശരിയാവില്ല, നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരുന്നാലേ പറ്റൂല ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ സ്ലൈം ബോക്ക്. ഓക്കെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ മണ്ടയിലിരിക്കുന്ന ചെസ്റ്റും ഈ ചെസ്റ്റും മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോഴായിട്ട് നല്ലത്. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാനൊരു ചെറിയതായിട്ടൊരു സെറ്റപ്പ് ഒന്ന് ചെയ്ത് വയ്ക്കട്ടെ ഗൈസ്. പിന്നെ നമുക്ക് അതിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. നമ്മളെ സ്റ്റോറേജ് വരാൻ പോണതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മളെ സ്റ്റോറേജ് വരാൻ പോണത്. ഓക്കെ, നമുക്കിനി സ്റ്റോറേജിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. 5 ചെസ്റ്റാണ് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ 5 ചെസ്റ്റാണ് എനിക്കിപ്പം കിട്ടിയത്. അപ്പം 5 വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല ഗൈസ്. 5 ഒന്നുമല്ല. എന്താ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ തുടങ്ങും 1. ഓക്കെ, അടുത്തതൊന്ന്. ഒരു സൈഡിൽ നമുക്ക് 4 കണ്ട. ഇനി ഒരു ചെസ്റ്റും കൂടെ, ഇനി 3 ചെസ്റ്റും കൂടെ വേണം താഴത്തെ ലെവലിൽ നിറയാൻ. ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് വുഡ് അങ്ങ് ഒപ്പിച്ചോട്ടെ ഗൈസ്. ഒരു സെക്കൻഡേ. നേരത്തെ ദാണ്ട് ഇവിടെ കൊണ്ടുവച്ചില്ലേ കുറച്ച് വുഡ്, ഇവിടെ മാറ്റി വെച്ചില്ലേ ഇവിടുത്തെ മരത്തിൽ. ദാണ്ട് ഇങ്ങോട്ടൊരു മരം ഉണ്ടായിരുന്നു. ദാണ്ട് എൻ്റെ വണ്ടിയിൽ ഞാൻ ബ്ലോക്ക് വെച്ചോണ്ട് വെയിലൊന്നും എൻ്റെ ദേഹത്ത് അടിക്കൂല. അപ്പം നമുക്ക് ദാണ്ട് ഞാൻ പെട്ടെന്നെടുത്ത് ചാടട്ടാ. പെട്ടെന്നെടുത്ത് ഒറ്റ ചാട്ടം. ഓക്കെ, ഇനി മരത്തിൻ്റെ ലീഫ്സ് ഉള്ളതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും സംഭവിക്കൂല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വുഡ് എടുത്തിട്ട് മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. അത്യാവശ്യം വുഡ് കിട്ടിയിട്ടുണ്ട്. 21 കിട്ടിയിട്ടുണ്ട്. അത് മതിയാവുമെന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് വീട്ടിൽ പോയി നോക്കാം. അത് തികയുമായിരിക്കും. എനിക്ക് അത് തികയൂല ഗൈസ്, എന്തായാലും അത് തികയൂല. നമുക്ക് ഇവിടെയും കൂടെ ഒരു മരം നട്ടിട്ട് ഇവിടെ ആയിട്ടൊരു മരം നടാം. എല്ലായിടത്തും മരം കിടക്കട്ടെ, അതാകുമ്പോൾ വെട്ട എളുപ്പമാണല്ലോ. ഇവിടെയാണെങ്കിൽ കടന്തലും ഉണ്ട്. ഇവന്മാർ അന്ന് എന്നെ കുത്തി പട്ടികൾ. ഓക്കെ, ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ, ഇനി നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ ഉള്ളതിനെ നമ്മൾ പ്ലാങ്ക് ആക്കി. എനിക്ക് ഡിസൈൻ ചെയ്യാൻ ഈ എപ്പിസോഡിൽ പറ്റൂല. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ വെച്ച് തന്നെ ചെയ്യണം ഗൈസ്. പക്ഷെ അത് സിമെട്രിക്ക് കിട്ടാൻ വേണ്ടി വുഡ് തന്നെ വേണം. ഓക്കെ, നമുക്കപ്പോൾ എത്ര 10 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 10 ഇല്ലേ? റെഡ് സ്റ്റോൺ 1 2 3 4 6 7 8 9 10. ഓക്കെ, 10 ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 10 എവിടെ തികയാനെന്തോ. എനിക്ക് 2 3 വരെയുണ്ട് ഗൈസ്. നമുക്ക് ഓക്കെ 2 തികയും, അത്യാവശ്യം തികയും. ഒരു ചെറിയ ഒന്നിവിടെ, വേറൊന്ന് ഇവിടെ. ഓക്കെ, ഇപ്പം 1 2 3 4 4 ഓക്കെ, തികയൂല 1. അടുത്തത് പിന്നെ ഇവിടെ 1, ഇവിടെ 1 ലാസ്റ്റ് 1. ഇനി 1 കൂടെ വേണം ഗൈസ്. അതിന് ഞാൻ ഇനി എവിടെ പോകുമെന്തോ 1 കണ്ട. ഇപ്പം നമ്മൾ ഇതിപ്പം 1 ആയിട്ടുള്ളൂ. എനിക്കിനി ഒരു ചെസ്റ്റും കൂടെ വേണം. ആ ചെസ്റ്റിന് ഞാൻ ഇനി എവിടെ പോകുന്നു ഗൈസ്. നാണ്ട് ഇവിടെ നിന്ന് ഒരു ചെസ്റ്റ് നമുക്ക് എടുത്താലോ. പിന്നെ നമുക്ക് ഈ വുഡ് വളരുമ്പം നമുക്കങ്ങ് നൈസിലെടുക്കാം. നാണ്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു ചെസ്റ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഞാൻ ഫിനിഷ് ചെയ്യാമെന്നാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ഫിനിഷ് ചെയ്യും. എൻ്റെ സ്പീഡ് ഓട്ടം കുറഞ്ഞ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ ഗൈസ്, 1 മിനിറ്റ്. ഓക്കെ ഗൈസ്, എൻ്റെ ഓട്ടം ഞാൻ കൂടി 2 ആപ്പിൾ കഴിച്ചപ്പം ഇനി ഇതും കൂടെ വയ്ക്കുമ്പം നമ്മളെ സ്റ്റോറേജിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടി വുഡാണ് ഞാൻ ഇപ്പം മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഓരോ ഡിസൈനിങ്ങിന് വേണ്ടി. പക്ഷേ ഇതിന് ഡിസൈൻ ചെയ്യാൻ എൻ്റെ കയ്യിൽ വുഡെല്ലാം തീർന്നു ഗൈസ്. അതുകൊണ്ട് ഗൈസ് നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ ഈ എപ്പിസോഡിനത് ഞാൻ ഓഫ് ലൈനിലിരുന്ന്
ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ലെതർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 2 ലെതർ എടുക്കാം. പിന്നെ എനിക്ക് എന്തെല്ലാം കിട്ടിയെന്ന് നിങ്ങളിപ്പം കണ്ടോ. എനിക്കൊരു ബൂട്ട്, പിന്നെ ഫിഷിംഗ് റോഡ്, പിന്നെ ലക്ക് ഓഫ് ദ സീ എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടുണ്ടാക്കി. പക്ഷെ അത് കേഴ്സ് ഓഫ് വാനിഷിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ എനിക്ക് ഇല്ലേ എൻ്റെ വാല്യുബിൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഒരു പെട്ടി വേണമെന്നില്ലേ. ഇത് ഒന്നുണ്ടാക്കി, ഇനി 8 എണ്ണം ഉണ്ടാക്കിയാൽ ഓക്കെ. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 അല്ല, നമുക്ക് 4 എണ്ണം വേണം. 4 4 എണ്ണം എന്തിനാ വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇതിത്ര മതി. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളെ വെപ്പൺസ്, ഇവിടെ നമുക്ക് വെപ്പൺസും നമ്മളെ ആർമറും ഒക്കെ വെക്കാം ഗൈസ്. ഓക്കെ, വെപ്പൺസ്, ആർമറ്. പിന്നെ ഇപ്പുറത്തെ പെട്ടിക്കകത്ത് നമ്മളെ ഇതില്ലേ അതെടുക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. റെഡ് സ്റ്റോണ് ഇങ്ങനെ വെക്കാം. ഓക്കെ, റെഡ് സ്റ്റോണ് ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ നമ്മൾ റെഡ് സ്റ്റോണ്, ഡയമണ്ട്സ് ഒക്കെ വെക്കണം. നമ്മൾ വാല്യൂ പെട്ടിയാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ നമ്മളെ കേവ് ലൈഫ് എപ്പിസോഡ് ഇത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.